പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ. പാക് ഉന്നത നയതന്ത്രജ്ഞൻ സാദ് അഹമ്മദ് വാറൈച്ചിനെ അർദ്ധരാത്രി വിളിച്ചു വരുത്തി ഇന്ത്യ വിടണം എന്ന നിർദ്ദേശം നൽകി. ഇന്ന് പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും. അതേസമയം പഹൽഗാമിൽ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കി. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിൽ നിന്ന് നാട്ടിലെത്തിച്ചു. സിബി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സിബി, പാകിസ്ഥാനെതിരായ ശക്തമായ നടപടിയിലേക്ക് രാജ്യം നീങ്ങുകയാണ്. അവരുടെ ഹൈക്കമ്മീഷൻ ഓഫീസ് അടക്കം, പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷൻ ഓഫീസ് അടക്കം പൂട്ടാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു. എന്തൊക്കെയാണ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ? ഷമി, എന്തായാലും ഇന്ത്യ പാക് ബന്ധത്തിൽ വലിയ രീതിയിലുള്ളൊരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഇതുവരെയും ഇന്ത്യ സ്വീകരിക്കാത്ത ഒരു നയതന്ത്രമായ രീതിയിലുള്ള വലിയ ഒരു നടപടികളിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇന്നലെ 2.5 മണിക്കൂറിലധികമായി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന കൃത്യമായ വിവരം ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രത്തോളം കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ ഇതിനു മുൻപും പോയിട്ടില്ല എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. നയതന്ത്ര തലത്തിൽ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബന്ധവും പൂർണ്ണമായും വിച്ഛേദിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ നിലപാട് കടുപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സിന്ധു നദീജല കരാറടക്കമെല്ലാം നിലയും 1960 മുതലുള്ള കരാറുകൾ ഉൾപ്പെടെ എല്ലാം നിലയും റദ്ദാക്കുന്ന ഒരു അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് ഇന്ത്യ പോകുന്നത്. നേരത്തെ ഇന്ത്യ പാക് യുദ്ധസമയത്ത് പോലും ഉണ്ടാകാത്ത വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് ഇന്ത്യ പോകുന്നത് തന്നെ ഏറ്റവും വലിയ മുന്നറിയിപ്പ് തന്നെയാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നലെ ഈ പാക് ഹൈക്കമ്മീഷൻ അടക്കമുള്ള പാകിലെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥനടക്കമെല്ലാം ഇന്നലെ അർദ്ധരാത്രിയോടെ വിളിച്ചു വരുത്തുകയും സാദ് അഹമ്മദ് വറൈച്ചിനോട് അർദ്ധരാത്രിയിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് രാജ്യം വിടണമെന്ന നിർദ്ദേശം ഇപ്പോൾ ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അസ്വീകാര്യരെന്ന് പ്രഖ്യാപിച്ച് പാക് സേനാ ഉപദേഷ്ടാക്കൾക്കും ഇതിന് സമാനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യ. നമുക്കറിയാം, അവിടെ വാഗ, അട്ടേരി അതിർത്തിയെല്ലാം നിലയും അടയ്ക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഈ ഹൈക്കമ്മീഷൻ കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കുന്നു. ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷൻ കാര്യാലയം ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുന്നു അടക്കമുള്ള നിരവധി പാക് വിസകൾ റദ്ദാക്കുന്ന അടക്കമുള്ള നിരവധി നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായും അത് കനത്ത തിരിച്ചടി തന്നെ പാകിസ്ഥാൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നലെ മന്ത്രിസഭാ സുരക്ഷാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ വൈകിട്ട് 6 മണിയോടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്നലെ മന്ത്രിസഭാ യോഗങ്ങളെടുത്ത തീരുമാനങ്ങൾ സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കും. മാത്രമല്ല, ഭീകരവാദത്തിനെതിരായ ഈ ഒരു പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ഇന്നലെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സർവകക്ഷി യോഗം ചേർത്തിരിക്കുന്നത്. ഇനി തുടർ നടപടികളെല്ലാം തന്നെയും കൃത്യമായി ഈ സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിപക്ഷത്തിൻ്റെയും സഹകരണവും അഭിപ്രായങ്ങൾ തേടുകയും ചെയ്യും. എന്നാൽ ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു യോഗം സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ജമ്മു കാശ്മീരിൽ ജമ്മു മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ള നേതൃത്വത്തിലുള്ള സർവകക്ഷി യോഗവും സംസ്ഥാന തലത്തിൽ അവിടെയും ചേരുന്നുണ്ട്. കാശ്മീർ ജനത വളരെ വലിയ ദുഃഖത്തിലും അതോടൊപ്പം തന്നെ ഞെട്ടലിലുമാണ് ഇപ്പോഴും. പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും വലിയ ജീവനോപാധി എന്ന് പറയുന്നത് ടൂറിസമാണ്. ആ ടൂറിസം രംഗത്തെയാണ് ഇതിൽ ആകമാനം താറുമാരായി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഹർത്താലടക്കം കാശ്മീർ ജനത പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അവിടെയും നിർണായകമായ തീരുമാനമെടുക്കും. ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. അതിർത്തി പ്രദേശമെല്ലാം നിലയും വളരെ വലിയ രീതിയിലുള്ള പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പഹൽഗാം പൂർണ്ണമായും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. മാത്രമല്ല, ഇന്ന് പലയിടങ്ങളിലും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ബാരാമുള്ളിൽ നടത്തിയ വലിയ തെരച്ചിലിൽ 2 ഭീകരെ വധിക്കുന്ന അല്ലെങ്കിൽ 2 നുഴഞ്ഞുകയറ്റക്കാരെ വധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഗുൽഗാമിലും പൂഞ്ചിലും ഉറിയിലും എല്ലാം തന്നെയും വളരെ വലിയ രീതിയിലുള്ള പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. റോഡുകളടക്കമെല്ലാം തന്നെയും ആളുകളെ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് കടത്തിവിടുന്നത്. അതോടൊപ്പം തന്നെ 1500-ലധികം പേരെ സംശയാസ്പദമായി കണ്ടെത്തിയവരെയും അതോടൊപ്പം തന്നെ മുൻപ് കേസുകൾ പ്രതികളായവരെല്ലാം തന്നെയും വിളിച്ചു വരുത്തി ജമ്മു കാശ്മീർ പോലീസ് അടക്കമെല്ലാം തന്നെ ചോദ്യം ചെയ്യുന്നു. ഇതിൽ പ്രാദേശികമായ ടെററിസ്റ്റ് സംഘടനകളുടെയും എല്ലാം ഒരു സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് വിവരം കൂടി ഈ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ രീതിക്കും അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത്. അത് ഏത് രീതിയിൽ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും നിർണായകമായ കൂടിക്കാഴ്ചകൾ ഇനിയും
നടപടിയും നടക്കും. ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 3 കര, വ്യോമ, നാവികസേന മേധാവികളെ വിളിച്ചു ചേർത്തുകൊണ്ട് യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഇതിൽ നമുക്കറിയാം നേരത്തെ ഉറിയിലുണ്ടായ ഈ ഭീകരാക്രമണത്തിന് മറുപടിയും അതോടൊപ്പം തന്നെ പുൽവാമ ആക്രമണത്തിലുള്ള മറുപടിയെല്ലാം തന്നെയും ബാലക്കോട്ടെ ഈ സംഭവങ്ങളെല്ലാം തന്നെയും നമ്മുടെ മുൻപിലുണ്ട്. സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള നടപടികൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ സമാനമായ രീതിയിൽ എന്തെങ്കിലും നടപടികളിലേക്ക് പോകുമെന്നെല്ലാം തന്നെയുമാണ് ഇതിന് ഉറ്റുനോക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം തന്നെയും വലിയ പിന്തുണ ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. സ്വാഭാവികമായും ഇന്ത്യ ഇക്കാര്യത്തിൽ തിരിച്ചടിക്കുമെന്നതിൻ്റെ ഒരു നിർദ്ദേശം ആ രീതിക്ക് എല്ലാ സൈനികരോടും അല്ലെങ്കിൽ സേനാ മേധാവികളോടും സജ്ജമാകാനുള്ളൊരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഏത് രീതിക്കുള്ള തിരിച്ചടി എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഈ യോഗത്തിലെല്ലാം തന്നെയും പ്രധാനപ്പെട്ട നീക്കങ്ങൾ. എന്തായാലും ഇന്നലെ ഈ സുരക്ഷാ കാര്യ സമിതി യോഗം ചേർന്ന ശേഷം ശക്തമായ മറുപടി പാകിസ്ഥാൻ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗ് എല്ലാം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ഏത് രീതിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ശക്തമായ മറുപടി നൽകുമെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഈ നയതന്ത്ര തലത്തിൽ ഏറ്റവും കർശനമായ നടപടി ഇന്ത്യ ിരിക്കുന്നത്. പാകിസ്ഥാനും പോലും ഒരുപക്ഷെ ഇത്രത്തോളം ഈ ഒരു നദീജല കരാർ റദ്ദാക്കുന്നതടക്കം അല്ലെങ്കിൽ മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് പോകുമെന്ന് ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ എന്തായാലും പാകിസ്ഥാനും വളരെ വലിയ കരുതലിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ ഭാഗമായി തന്നെ സിബി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഭീകരന്മാർ ടൂറിസ്റ്റുകളെയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേര് ചോദിച്ച് ഇവരെ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് അവർ എത്തിയത്, അതായത് വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് പരമാവധി ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ എത്തിയിട്ടുള്ളത്. ആ ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പേര് ചോദിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ പേരുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഈ പേര് ചോദിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരമാണ് വരുന്നത്. ഒപ്പം തന്നെ ഈ കൊലപ്പെടുത്തിയ എല്ലാവരെയും തലയ്ക്ക് വെടിവെച്ചിട്ടാണ് ഇവർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതിക്രൂരമായ കൊലപാതകമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതായത് വലിയ തോതിൽ ജനങ്ങളിലേക്ക് ഭീതി പടർത്തുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സിബി, തീർച്ചയായും അത് തന്നെയാണ് ഷമ്മ. ഈ ഒരു ആക്രമണത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ രീതിയും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു സാധാരണ നിരവധി ഭീകരാക്രമണങ്ങളും തീവ്രവാദ ആക്രമണമൊക്കെ സംഭവം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് കശ്മീർ എന്ന് പറയുന്നത്. കശ്മീർ എപ്പോഴും അശാന്തിയിൽ പോകുന്ന ഒരു സംസ്ഥാനം കൂടി, ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. പക്ഷേ എങ്കിലും ഈ ഒരു വിനോദസഞ്ചാരികൾക്ക് നേരെ ഇത്തരത്തിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾ വളരെ അപൂർവമാണ്. അല്ലെങ്കിൽ ആദ്യത്തെ സംഭവം തന്നെ ആണെന്ന് തന്നെ പറയാം. ഇതിൽ പല വാർത്തകൾ പല രീതിക്ക് പുറത്തു വരുന്നുണ്ട്. അത് പേര് ചോദിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഈ ഭീകരവാദികൾ വെടിയുതിർത്തത്. അത് പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമാക്കി വെടിയുതിർത്തു എന്നെല്ലാം തന്നെയും പല വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കിപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ കശ്മീരിലെത്തിയ മലയാളികളുമായി ഒരു മലയാളി സംഘം ഇന്നിപ്പോൾ ദില്ലിയിലെത്തിയിട്ടുണ്ട്. അവർ കശ്മീരിൽ നിന്ന് മലപ്പുറം തിരൂരിലെ കോഓപ്പറേറ്റീവ് ബാങ്കിലെ ജീവനക്കാരും കുടുംബവുമായിരുന്നു. അവർ 23 അംഗ സംഘം പഹൽഗാമിൽ ആ സമയത്തുണ്ടായിരുന്നു. അവരുമായി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പേര് ചോദിച്ചുള്ള വെടിവയ്പ് അടക്കമുണ്ടായെന്നൊക്കെ പറയുമ്പോഴും അവരൊരു വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ആ രീതിക്ക് മറ്റൊരു രീതിയിൽ ഒരു പ്രശ്നത്തെ തിരിച്ചുവിടാനുള്ള ശ്രമം ഉണ്ടായി എന്ന് ഒക്കെ അവർ പറയുന്നുണ്ട്. അത് പക്ഷേ കശ്മീർ ജനത ഒറ്റക്കെട്ടായി ഇവർക്ക് സംരക്ഷണം തീർത്തു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യവും അത് തന്നെയാണ്. കശ്മീരിലെ സമാധാനം തകർക്കുക, അവിടുത്തെ ടൂറിസത്തെ നശിപ്പിക്കുക. കാരണം കശ്മീർ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവനോപാധി എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. ആ ടൂറിസത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം തന്നെയാണ് അവരുടെ ഒരു ജീവിത ഉപാധി. അതുകൊണ്ട് തന്നെ അത് നശിപ്പിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റൊന്ന് കശ്മീരിൽ സമാധാനമായ അന്തരീക്ഷം ഉണ്ടാകാതിരിക്കുക വേണ്ടിയുള്ള ഒരു വർഗീയ സംഘർഷത്തിലേക്ക് പോവുക, ഒരു പ്രത്യേക വിഭാഗത്തെ പേരെടുത്ത് ചോദിച്ചുകൊണ്ട് വെടിവെച്ച് വീഴ്ത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു മറ്റൊരു രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടുകയും ഒരു വർഗീയമായ ധ്രുവീകരണത്തിനൊക്കെ കാരണമാകുകയും ചെയ്യും. അതും ഈ ഭീകരവാദികളുടെ ലക്ഷ്യമാണെന്നും പറയപ്പെടുന്നു. എന്തായാലും അതെല്ലാം തന്നെയും ഇനി അന്വേഷണത്തിൻ്റെ ഭാഗമായി വരേണ്ടതാണ്. പക്ഷേ നമ്മളിത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹം ഇന്നലെ സേനാ മേധാവിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമായിട്ടായിരുന്നു ആക്രമണം
ആക്രമണം എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും അത് ഒരു ഭരണകർത്താക്കൾ അത്തരത്തിൽ രീതിയിൽ സംസാരിക്കുമ്പോൾ അത് രാജ്യത്തിന് ഒരിക്കലും ഗുണകരമായ ഒരു കാര്യമല്ല. പക്ഷേ അതേസമയം തന്നെ കശ്മീരിൽ നിന്നുള്ള CPIM നേതാവായ കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടിയായ തരിക അടക്കം വ്യക്തമാക്കിയത് അവിടെ ഉണ്ടായത് ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ്. അതിൽ പ്രത്യേകമായ കശ്മീരിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും ഇതിൽ ഒരു പ്രത്യേകമായ ഒരു അജണ്ട ഈ ഭീകരവാദികൾക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം അവിടെ ഈ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു നിഴൽ സംഘടന അല്ലെങ്കിൽ അവരുടെ B ടീം എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ടൊക്കെ അവിടെ വളരെ കാലങ്ങളായി, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ആ ഒരു നടപടിക്ക് ശേഷമൊക്കെ രൂപം കെട്ട നിരവധി ഭീകര സംഘടനകളുണ്ട്. ഈ സംഘടനകളെ വെച്ചുകൊണ്ട് ആ കശ്മീർ ജനതയ്ക്കുള്ളിൽ തന്നെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഈ ഒരു ഇതിന് പിന്നിൽ പാകിസ്ഥാൻ ഇല്ല എന്ന് പാകിസ്ഥാൻ നിഷേധിക്കുമ്പോഴും ഇത്തരം സംഘടനകൾ സിബിയിലേക്ക് തിരികെ എത്താം.